ഏഴാം ക്ലാസ്സിലെ എല്ലാ പഠിതാക്കളെയും ലേൺ വിത്ത് അമ്പിളി എന്ന യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാവ്യനർത്തകി എന്ന കവിത പഠിച്ചല്ലോ. ഇന്ന് ആ കവിതയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഞാൻ നൽകാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് ആദ്യം കാവ്യനർത്തകി എന്ന കവിത എഴുതിയ കവിയെ ഒന്ന് പരിചയപ്പെടാം. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് ഈ കവിത രചിച്ചിരിക്കുന്നത്. മലയാള കവിയും ഗദ്യകാരനുമായിരുന്നു ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. രമണനടക്കം പ്രശസ്ത കാവ്യകൃതികളുടെ രചയിതാവായ ചങ്ങമ്പുഴ മലയാളികളെ ഏറ്റവും സ്വാധീനിച്ച കവിയാണ്. അതിമനോഹരങ്ങളായ കാവ്യങ്ങൾ രചിച്ചതുകൊണ്ട് പ്രൊഫസർ MK സാനു അദ്ദേഹത്തെ നക്ഷത്രങ്ങളുടെ പ്രേമഭാജനം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അതിമനോഹരമായ അനേകം കാവ്യങ്ങൾ രചിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചല്ലോ. അദ്ദേഹം എഴുതിയിട്ടുള്ള ഏതാനും കൃതികളുടെ പേരുകൾ ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. രമണൻ, വാഴക്കുല, മനസ്വിനി, ബാഷ്പാഞ്ജലി, കാവ്യനർത്തകി, തിലോത്തമ, മണിവീണ, പാടുന്ന പിശാച്, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, ദേവത, ദേവഗീത, അമൃതവീജി, വസന്തോത്സവം, കലാകേളി, യവനിക, ആരാധകൻ എന്നിങ്ങനെ തുടർന്നു പോകുന്നു. ഈ കവിതയിലെ ഏതാനും പദങ്ങളും അവയുടെ അർത്ഥവും: കാഞ്ചനം സ്വർണം, കാഞ്ചി അരഞ്ഞാണം, ചേഷ്ട പ്രവൃത്തി, പെരുമ പ്രശസ്തി, ഒളി ശോഭ. പദം വികസിപ്പിച്ച് എഴുതുക. ഇതിന് വിഗ്രഹിച്ചെഴുതുക എന്നും പറയാറുണ്ട്. ചെഞ്ചുണ്ട്, ചുവന്ന ചുണ്ട്, കടമിഴിക്കോണുകൾ, കടമിഴിയുടെ കോണുകൾ, പൂപ്പുഞ്ചിരി, പൂ പോലുള്ള പുഞ്ചിരി, വിഭ്രമ വിഷവിത്ത്, വിഭ്രമത്തിൻ്റെ വിഷവിത്ത്. പദം പിരിച്ചെഴുതുക. 3 വാക്കുകളാണ് ഞാനിവിടെ നൽകിയിട്ടുള്ളത്. കുലുങ്ങി കുലുങ്ങി, കുലുങ്ങി പ്ലസ് കുലുങ്ങി. ഒളിയല, ഒളി പ്ലസ് അല. ചെഞ്ചുണ്ട്, ചെം പ്ലസ് ചുണ്ട്. ഇനി നമുക്ക് പാഠത്തിൻ്റെ പുറകിലേക്കൊന്ന് പോകാം. അവിടെ വായിക്കാം പറയാം എന്നൊരു ഭാഗം കാണുന്നുണ്ട്. അതിൽ 4 ചോദ്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. 1. കവിയുടെ മുന്നിൽ നർത്തകിയായി വന്നിരിക്കുന്നത് ആരാണ്? മലയാള കവിത. 2ാമത്തെ ചോദ്യം: മലയാള കവിതയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഉത്തരം: തുഞ്ചന്റെ തത്തയെ കൊഞ്ചിച്ച കവിതയാണ് മലയാള കവിത. കൂടാതെ കുഞ്ചന്റെ തുള്ളലിൽ മണികൊട്ടിയ കവിതയുമാണ്. ഇങ്ങനെ പലതരത്തിൽ പല പ്രാദേശിക ഭാഷകളിലൂടെയും വ്യത്യസ്ത വേഷഭൂഷാദികളിലൂടെയും ആടിയും പാടിയും പല ചേഷ്ടകൾ കാട്ടി മലയാള കവിത വളർന്നു. അടുത്ത ചോദ്യം: കാവ്യനർത്തകി എങ്ങനെയൊക്കെയാണ് നൃത്തം ചെയ്യുന്നത്? ഉത്തരം: കനകച്ചിലങ്ക കിലുക്കിയും, കാഞ്ചന കാഞ്ചി കുലുക്കിയും, കൺകോണുകളിൽ സ്വപ്നം നിറച്ചും, മനോഹരമായ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ ചേർത്തും, ഒഴുകിക്കിടക്കുന്ന വസ്ത്രങ്ങളിൽ ശോഭയുടെ അലകൾ തീർത്തും, എല്ലാ സൗന്ദര്യവും ചേർന്ന് ഒരു ഉടലായതുപോലെയാണ് മലയാള കവിതയാകുന്ന നർത്തകി നൃത്തം ചെയ്യുന്നത്. കവി നർത്തകിയോട് എന്തെല്ലാമാണ് അപേക്ഷിക്കുന്നത്? പല ഭാഷകളിലൂടെയും വേഷങ്ങളിലൂടെയും പല ചേഷ്ടകളും കാണിക്കുന്ന മലയാള കവിതയെ, നീ എൻ്റെ മനസ്സിൽ സംഘർഷം നിറയ്ക്കുന്നുണ്ട്. എങ്കിലും നിന്നെ ഞാൻ മറക്കുകയില്ല. മലയാള കവിതയുടെ ഒരു തലമുടി നാരുപോലും തനിക്ക് പേരും പെരുമയും നൽകുമെന്നും കവി പറയുന്നു. അതുകൊണ്ട് ഒരിക്കലും നൃത്തം അവസാനിപ്പിച്ച് പോകരുതേ എന്ന് മലയാള കവിതയാകുന്ന നർത്തകിയോട് കവി അപേക്ഷിക്കുന്നു. അടുത്തത് വരികൾ കണ്ടെത്താം എന്ന ഭാഗമാണ്. ആശയത്തിന് സമാനമായ വരികൾ കവിതയിൽ നിന്നും കണ്ടെത്തി കളം പൂർത്തിയാക്കുക. കൂടുതൽ വരികളും അവയുടെ ആശയങ്ങളും കണ്ടെത്തി എഴുതുമല്ലോ. ഇതാ ഇവിടെ നമുക്ക് കളങ്ങൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തേതിൽ ആശയം, പിന്നെ സമാന വരികൾ. മലയാള ഭാഷയിലെ
ഏത് നേരിയ സ്വരവും കവിക്ക് പെരുമയും പേരും നൽകാൻ പോരുന്നതാണ്. ഇതിന് സമാനമായ വരി തവ തലമുടിയിൽ നിന്നൊരു നാരുപോരും തരികന്നെ തഴുകട്ടെ പെരുമയും പേരും എന്നതാണ്. 2. ഹൃദയത്തിൽ സംഘർഷം നിറയ്ക്കുന്നുണ്ടെങ്കിലും നിന്നെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. വിഭ്രമ വിഷവിത്ത് വിതയ്ക്കലും ഹൃദിമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ. ഇനിയുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. 3. കുഞ്ചൻ നമ്പ്യാരുടെ പാട്ടുകൾക്ക് താളമായും അഞ്ചിക്കുഴഞ്ഞ് നൃത്തമാടാനും പറയുന്നു. വരികൾ അഞ്ചിക്കുഴഞ്ഞഴിഞ്ഞാടൂ ഗുണമെളിതേ കുഞ്ചന്റെ തുള്ളലിൽ മണികൊട്ടിയ കവിതേ. മറ്റൊരു ഭാഗം ഭാഷയ്ക്ക് പല ദേശവ്യത്യാസങ്ങൾ ഉള്ളത് അത് സൂചിപ്പിക്കുന്ന വരികൾ പലമാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയും ആടിയും പല ചേഷ്ടകൾ കാട്ടി. അടുത്ത ചോദ്യം പദക്കിലുക്കം കേൾക്കാം എന്നതാണ്. കാവ്യനർത്തകി എന്ന കവിത വളരെ മനോഹരമാണ്. നമ്മൾ ആ കവിത കേൾക്കുമ്പോൾ നമ്മുടെ കൺമുന്നിൽ ഒരു സുന്ദരിയായ നർത്തകി നൃത്തം ചെയ്യുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. അതിലെ ഓരോ വരികളും അതേ രീതിയിലാണ് കവി രചിച്ചിരിക്കുന്നത്. കനകച്ചിലങ്ക കിലുങ്ങിക്കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങിക്കുലുങ്ങി. കിലുങ്ങിക്കിലുങ്ങി കുലുങ്ങിക്കുലുങ്ങി എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ അതിമനോഹരമാണ്. ഇതുപോലെ ശബ്ദങ്ങളുടെ ആവർത്തനം കൊണ്ട് കൂടുതൽ മനോഹരമായ പദങ്ങളും വരികളും കവിതയിൽ നിന്നും കണ്ടെത്തി ചൊല്ലുക. നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ഭാഗത്തിലേക്ക് കടക്കാം. അഞ്ചിക്കുഴഞ്ഞഴിഞ്ഞാടൂ ഗുണമിളിതേ കുഞ്ചന്റെ തുള്ളലിൽ മണികൊട്ടിയ കവിതേ. അഞ്ചിക്കുഴഞ്ഞ് കുഞ്ചന്റെ തുള്ളൽ. ഈ ഭാഗങ്ങളൊക്കെ മനോഹരമായ പദപ്രയോഗങ്ങൾ കൊണ്ട് മുന്നിട്ടു നിൽക്കുന്നു. പലമാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയും ആടിയും പല ചേഷ്ടകൾ കാട്ടി. അവിടെ പല ഭാഷകൾ പല ഭൂഷകൾ പല ചേഷ്ടകൾ. എത്ര മനോഹരമാണ് അല്ലേ? പല എന്ന വാക്കുപയോഗിച്ച് പല ഭാഷകൾ പല ഭൂഷകൾ പല ചേഷ്ടകൾ എന്നിങ്ങനെ. അടുത്തത് ഒഴുകുമുടയാടയിൽ ഒളിയലകൾ ചിന്നി അഴകുരുടലാർന്ന പോലങ്ങനെ മിന്നി. ഇവിടെ ഒഴുകുമുടയാട അഴകുരുടലാർന്ന എന്നിങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ ഈ വരികൾക്ക് ഭംഗി നൽകുന്നു. അടുത്തത് വിശേഷണങ്ങൾ ചേർക്കാം എന്ന ഭാഗമാണ്. ചിലങ്കയെ കനകച്ചിലങ്കയെന്നും കാഞ്ചിയെ കാഞ്ചന കാഞ്ചിയെന്നും കവി വിശേഷിപ്പിക്കുന്നു. ഇത്തരം വിശേഷണങ്ങൾ ചേർന്ന പ്രയോഗങ്ങൾ കവിതയിൽ ഇനിയും ഏറെയുണ്ട്. കണ്ടെത്തി എഴുതുക. കനകച്ചിലങ്ക കാഞ്ചന കാഞ്ചി എന്നൊക്കെ പ്രയോഗിച്ചതുപോലെയുള്ള ഭംഗിയുള്ള പ്രയോഗങ്ങൾ. വിശേഷണങ്ങൾ ചേർത്തു പറയുമ്പോൾ പദങ്ങൾക്കുണ്ടാവുന്ന പ്രത്യേകതകൾ എന്തെല്ലാം നമുക്കൊന്ന് നോക്കാം അല്ലേ? ചെഞ്ചുണ്ട്. ചെഞ്ചുണ്ടിനെ നമ്മൾ ചുവന്ന ചുണ്ട് എന്ന് പറയുന്നു. മതിമോഹന ശുഭനർത്തനം, അതിമനോഹരമായ നൃത്തം എന്നർത്ഥം. തുഞ്ചന്റെ തത്ത, തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കവിത. കതിരുതീർ പൂപ്പുഞ്ചിരി, കതിരുപോലെ മനോഹരമായ പുഞ്ചിരി. ഇത്തരം വർണ്ണനകൾ കവിതയെ സുന്ദരമാക്കുന്നു. നർത്തകിയിലെ താളലയങ്ങൾക്ക് ഈ വർണ്ണന അഭികാമ്യമാണ്. വർണ്ണനകൾ കവിതയുടെ സൗന്ദര്യവും ചൊല്ലഴകും വർദ്ധിപ്പിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചർച്ച ചെയ്യാം, എഴുതാം. പലമാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയും ആടിയും പല ചേഷ്ടകൾ കാട്ടി. വിഭ്രമ വിഷവിത്ത് വിതയ്ക്കിലും ഹൃദിമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ. ഈ വരികളിൽ മലയാള കവിതയോടുള്ള കവിയുടെ താല്പര്യം എത്രത്തോളം പ്രകടമാകുന്നുണ്ട്? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. കേരളത്തിൻ്റെ പൊതുവായ ഭാഷ മലയാളമാണ്. വടക്ക് കാസർഗോഡ് മുതൽ തെക്ക് പാറശാല വരെ മലയാളം ഭാഷാഭേദങ്ങളോടെയാണ് കാണപ്പെടുന്നത്.
ഓരോ പ്രദേശത്തിനും ഓരോ ഭാഷ. മലയാളികൾ ഓരോ പ്രദേശത്തെയും ഭാഷാഭേദം അനുസരിച്ചാണ് ഭാഷ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് കവി പലമാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടുകയും ആടുകയും ചെയ്യുന്നു എന്ന് പറയുന്നത്. മനസ്സിൽ വിഷവിത്ത് വീണാലും ഭാഷയെ താൻ മറക്കില്ല എന്ന് കവി പറയുന്നു. മലയാള കവിതയോട് കവിക്കുള്ള സ്നേഹമാണ് ഇവിടെ കാണുന്നത്. അടുത്തത് കണ്ടെത്താം ശേഖരിക്കാം എന്ന വിഭാഗമാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ കവിതയിലെ 2 വരികൾ. ഇതുപോലെ മാതൃഭാഷയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന കൂടുതൽ വരികൾ കണ്ടെത്തി ശേഖരണ പുസ്തകത്തിൽ ഉൾപ്പെടുത്തുക. മാതൃഭാഷാ ദിനത്തിലും ഭാഷോത്സവത്തിലും കവിതകൾ ചൊല്ലി അവതരിപ്പിക്കുമല്ലോ. നമുക്ക് കുറച്ച് കവിതകൾ നോക്കാം. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലം മിഞ്ഞ പാലിനൊപ്പം അമ്മ എന്നുള്ള 2 അക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്കമൃതും അമൃതായി തോന്നൂ. ഈ കവിത വള്ളത്തോൾ നാരായണ മേനോൻ്റെ എൻ്റെ ഭാഷ എന്ന കവിതയിലെ വരികളാണ്. അടുത്തതായിട്ട് മലയാള ഭാഷയെ പ്രകീർത്തിച്ചുകൊണ്ട് നിലമ്പേരൂർ മധുസൂദനൻ നായർ എഴുതിയ ഒരു കവിതയിലെ കുറച്ചു വരികൾ. നോക്കുവീനെത്ര മഹത്തൻ മനസ്സിലും നാക്കിലും തുള്ളിടും എൻ്റെ ഭാഷ. കാടും പുഴകളും ആഴിയും കൈക്കൊട്ടി പാടും ഈ മാവേലി നാടിൻ ഭാഷ. അമ്പാടിയിൽ കേട്ടോരോടക്കുഴൽ വിളി എന്നാടിൻ കാതിൽ പകർന്ന ഭാഷ. തുഞ്ചത്തെ പൈങ്കിളി പാടിയ പാട്ടിലൂടഞ്ചിത ശോഭ നുകർന്ന ഭാഷ. കുഞ്ചന്റെ തുള്ളൽ കളത്തിൽ കളിക്കുവാൻ തങ്കച്ചിലങ്കയണിഞ്ഞ ഭാഷ. മലയാള ഭാഷയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള മറ്റൊരു കവിതാഭാഗം. മലയാളമാണെൻ്റെ മാതൃഭാഷ, മാധുര്യമൂറുന്ന തേൻമൊഴികൾ. അമ്മയാം മലയാളം, നന്മയാം മലയാളം, അമ്മിഞ്ഞ പാൽ പോൽ മാധുരം മലയാളം. വാക്കാണ് സത്യമെന്നോതുമ്പോഴും നാക്കിൽ വരുന്നൊരീ മാതൃഭാഷ. മലയാള ദേശത്തിൻ മഹിമകൾ പാടുവാൻ അലകളായൊഴുകുന്നു മധുരം മലയാളം. മറ്റൊരു കവിത. എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു പൊന്നു നൂൽ പോലെ. മണ്ണിൽ വീണു കുരുത്ത നിൻമണി വിത്ത് മുള പൊട്ടി, മിന്നുമീരില വീശിടും പോലെത്ര ഈരടികൾ. മണ്ണിൽ വേർപ്പു വിതച്ചവർ തന്നീണമായി വന്നു, അന്നു പാടിയ പാട്ടിലൂഞ്ഞാലാടി മലയാളം. കൊഞ്ചലും കുറുമൊഴികളും പോയി കഥകൾ പലതോതി, നെഞ്ചണച്ചൊരു ഗുരു വളർത്തിയ കിളിമകൾ പാടി. മലയാളത്തിൻ്റെ കവി ONV കുറുപ്പ് എഴുതിയ കവിതയിലെ കുറച്ചു വരികളാണ് ഇപ്പോൾ ചൊല്ലിയത്. കാവ്യനർത്തകി എന്ന കവിതയിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമെല്ലാം നൽകി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠവുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.